എൻ്റെ പേര് വി കെ അപ്പുകുട്ടി. മണ്ണാർക്കാട് താലൂക്ക് പ്രചാരകനായിരുന്നു ഞാൻ. സത്യാഗ്രഹം നടത്താനുള്ള ബാച്ചുകളെ തയ്യാറാക്കലും അതോടൊപ്പം അവരെ കൊണ്ട് സത്യാഗ്രഹം നടത്തിക്കലും ചെയ്തിരുന്നു. ആദ്യ ബാച്ച് OPV നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ മണ്ണാർക്കാട് ടൗണിൽ നടന്നു. അതിനുശേഷം രണ്ടാമത്തെ ബാച്ച് അഗളി ഗൂളിക്കടവിൽ നിന്ന് പോലീസ് സ്റ്റേഷൻ വരെ നടന്നു. മൂന്നാമത്തെ ബാച്ചിലാണ് ഞാൻ സത്യാഗ്രഹത്തിന് പോയത്. ആ ബാച്ച് മണ്ണാർക്കാട് ടൗണിൽ നിന്ന് വടക്കമണ്ണം ആസ്പത്രിപ്പടി വഴി മെയിൻ റോട്ടിൽ കൂടെ പോലീസ് സ്റ്റേഷൻ മുമ്പിൽ എത്തുന്നത് വരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് 11 പേരടങ്ങുന്ന ബാച്ച് ഞങ്ങൾ അടിയന്തരാവസ്ഥയ്ക്കെതിരെ മുദ്രാവാക്യം വിളിച്ച് പോലീസ് സ്റ്റേഷൻ മുമ്പ് വരെ നടന്നു. അവിടെ നിന്ന് SI വന്നിട്ട് കൈ കാണിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് ഞങ്ങളെ അറസ്റ്റ് ചെയ്തതായിട്ടും എന്നിട്ട് കോടതിയിൽ കൊണ്ടുപോയി റിമാൻഡ് ചെയ്തതായിട്ടും പറഞ്ഞു. അങ്ങനെ നേരെ പെരിന്തൽമണ്ണ ജയിലിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ ഇരിക്കാനും നിൽക്കാനും സ്ഥലമില്ലാത്ത അവസ്ഥയിൽ ജയിൽ നിറഞ്ഞതുകൊണ്ട് ആ ഒരു രാത്രി ഞങ്ങൾ ഒരു റൂമിൽ 60 പേരോളം ഒരുമിച്ച് ഇരുന്ന് നേരം വെളുപ്പിച്ചു. പിറ്റേ ദിവസം രാവിലെ ഒറ്റപ്പാലം ജയിലിൽ കൊണ്ടുപോയി തടവിലാക്കി. അതിനുശേഷം 2 ആഴ്ച കൂടുമ്പോൾ മണ്ണാർക്കാട് കോടതിയിൽ കൊണ്ടുവന്ന് റിമാൻഡ് പുതുക്കലായിരുന്നു. പക്ഷേ ഒരു പ്രാവശ്യം വന്ന ആൾ ഈ രണ്ട് പേരെ കയ്യിൽ ആമം വെച്ച് അങ്ങനെ വണ്ടിയിൽ കയറ്റി വളരെ ഭീകരമായിട്ടുള്ളൊരു അന്തരീക്ഷം ഉണ്ടാക്കിയിട്ടാണ് അദ്ദേഹം കൊണ്ടുവന്നത്. കോടതിയിൽ വന്നപ്പോൾ ഞങ്ങൾ മജിസ്ട്രേറ്റിനോട് പരാതിപ്പെട്ടു. പക്ഷേ അതൊന്നും എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല, നിങ്ങളെ വീണ്ടും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു എന്ന് പറഞ്ഞ് വിടുകയാണ് ചെയ്തത്. വീണ്ടും 14 ദിവസത്തിനുള്ള റിമാൻഡ് നീട്ടി. അങ്ങനെ 3 പ്രാവശ്യം റിമാൻഡ് നീട്ടി. 4ാമത്തെ പ്രാവശ്യം എന്നെ നിങ്ങൾ വേറെ കുറ്റമൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് എതിരെയല്ല, നിങ്ങൾ ഇന്ദിരാഗാന്ധിക്ക് എതിരെയാണ് മുദ്രാവാക്യം വിളിച്ചത്, അതുകൊണ്ട് ആ കുറ്റത്തിന് ഇത്രയും കാലം ജയിലിൽ കിടന്നത് തന്നെ അതിനുള്ള പൂർണ്ണ ശിക്ഷയായിട്ടുണ്ട്. അതുകൊണ്ട് മറ്റ് കേസുകളിലൊന്നും പെടാത്തവർക്ക് ഇതോടുകൂടി നിങ്ങളുടെ ശിക്ഷ കാലാവധി കഴിഞ്ഞു, നിങ്ങളെ വിട്ടു. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് 5 ബാച്ച് സത്യാഗ്രഹം ചെയ്തതിൽ 3ാമത്തെ ബാച്ചിലുള്ള ആളായിരുന്നു ഞാൻ. എൻ്റെ ബാച്ചിനെയാണ് ആദ്യം വിട്ടത്. അപ്പോഴാണ് അതിൻ്റെ ഉദ്ദേശം മനസ്സിലായത്. കോടതിയിലെ കൂട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് SIയും 4 പോലീസുകാരും കൂടി വന്ന് എൻ്റെ 2 കൈയിലും പിടിച്ച് അങ്ങനെ പുറത്തേക്ക് 2 പുറത്ത് 2 പോലീസുകാരും പിന്നാലെ SI ആയിട്ടാണ് വന്നത്. വന്നപ്പോൾ ചെവിയിൽ പറഞ്ഞു ഒരു പോലീസുകാരൻ, നിങ്ങളെ മിസ അനുസരിച്ച് അറസ്റ്റ് ചെയ്തിരിക്കുന്നു, കലക്ടറുടെ മുമ്പിൽ ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വളരെ സന്തോഷത്തോടു കൂടെ അവരോട് ഏത് ജയിലിലേക്കാണ് കൊണ്ടുപോകാന്ന് വെച്ചു. അതൊന്നും ഇപ്പോൾ പറയാറായില്ല എന്ന് പറഞ്ഞു. പക്ഷേ പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോൾ എന്നെ ആദ്യം അറസ്റ്റ് ചെയ്തിട്ടുള്ള SI അദ്ദേഹത്തിനെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അവിടെ വന്നിരുന്നു. നിങ്ങളെ എന്തെങ്കിലും ഒന്ന് എഴുതി കൊടുക്കണം, നിങ്ങൾ നാടിനെതിരായിട്ട് സമരം ചെയ്യില്ല എന്ന് പറഞ്ഞ് എഴുതി കൊടുത്താൽ നിങ്ങളെ വിടാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സമരം ചെയ്യാൻ തയ്യാറായിട്ട് വന്ന ആളല്ല, എനിക്ക് പിന്നെ ഏത് ജയിലിൽ കിടന്നാലെന്താ, ഞാൻ പോവാൻ തയ്യാറായിട്ട് വന്ന ആളാണ് എന്ന് പറഞ്ഞു. പക്ഷേ SI കലക്ടറും SP ഒക്കെ ആയിട്ട് സംസാരിച്ച് ഞാൻ രാജ്യത്തിനെതിരായിട്ടൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ 56 ദിവസത്തിന് ശേഷം എന്നെ വിട്ടയച്ചു. പക്ഷേ എനിക്ക് വീട്ടിൽ രഹസ്യ പോലീസിൻ്റെ അന്വേഷണം, അവരുടെ അടിക്കടിയുള്ള വരവ് എൻ്റെ കുടുംബത്തിനെ വളരെയധികം വിഷമിപ്പിച്ചു. അങ്ങനെ ഞാൻ വീണ്ടും ഒളിപ്രവർത്തനത്തിലേക്ക് നീങ്ങേണ്ട അവസ്ഥയാണ് വന്നത്. അങ്ങനെ 56 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം അടിയന്തരാവസ്ഥയ്ക്ക് എതിരെയുള്ള പ്രവർത്തനങ്ങൾ വീണ്ടും തുടർന്നു. അങ്ങനെ എനിക്ക് രാജ്യത്ത് ഒരുപോലെ സഞ്ചരിക്കാനും സംഘപ്രവർത്തകനായതുകൊണ്ട് 16ഓളം സ്ഥലങ്ങളിൽ പ്രവർത്തന കേന്ദ്രങ്ങളുണ്ടായിരുന്നത് കൊണ്ട്, ശാഖയുള്ള സ്ഥലങ്ങളായതുകൊണ്ട് ഞാൻ അവിടെയൊക്കെ പോയി ജനങ്ങളുടെ ആത്മവീര്യം കെടാതെ കാത്തു സൂക്ഷിച്ചു. അതാണ് അടിയന്തരാവസ്ഥയിൽ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞത്.